അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇൻഡെക്സിങ് സ്ലൈസിങ് സ്ട്രൈഡിങ് ഇൻ പൈത്തോൺ ആ ഒരു പോർഷനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ട്. ഇപ്പം ഞാനൊരു ലിസ്റ്റ് കൊടുക്കുക, ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ആ ലിസ്റ്റ് കൊടുക്കുകയാണ് ഞാൻ. ലിസ്റ്റ് 1 ഈക്വൽ ടു ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലിസ്റ്റിൻ്റെ അകത്തുള്ള ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡെക്സ് തന്നെയാണ് ഇത് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഇൻഡെക്സ് എങ്ങനെ വരുന്നത് നോക്കാം. ലിസ്റ്റ് 1 കൊടുത്ത് എന്താ ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ ആ ലിസ്റ്റ് ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിസ്റ്റിലുള്ള അഞ്ചാമത്തെ ഇൻഡെക്സിലുള്ള എന്താണോ വാല്യൂ അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അഞ്ചാമത്തെ ഇൻഡെക്സിൽ എന്താണ് വാല്യൂ അത് വരും. അപ്പോൾ ഈ നമ്മുടെ ലിസ്റ്റിനകത്ത് അഞ്ചാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 വാല്യൂ. സോ അത് തന്നെ പ്രിൻ്റ് ചെയ്യും. സോ എന്താണോ ആ ഇൻഡെക്സിൻ്റെ വാല്യൂ അത് നമ്മൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇൻഡെക്സ് പൈത്തോണിൻ്റെ അകത്ത് സാധാരണ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്തത് സ്ലൈസിങ്. സ്ലൈസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ലിസ്റ്റ് ഓഫ് 1 5 പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് അപ്പോൾ എനിക്കൊരു റേഞ്ചാണ്. ഇപ്പം എനിക്ക് ഈ ലിസ്റ്റിൻ്റെ അകത്ത് 1 മുതൽ 5 വരെയാണ് വേണ്ടുന്നത്. സോ അങ്ങനെ ഒരു റേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു റേഞ്ച് മാത്രം പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം ആദ്യം 1 എടുക്കും, അതായത് ഇൻഡെക്സ് 1 അതുപോലെ 6 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും വരുന്നത്. പക്ഷെ 6 തൊട്ട് മുമ്പുള്ള നമ്പർ വരെയാണ് പൈത്തോണിനകത്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. സ്ലൈസിങ് വേറൊരു രീതി എന്ന് വെച്ചാൽ ഇപ്പം 1 മുതൽ നമുക്ക് അവസാനം വരെ വേണമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. 1 കഴിഞ്ഞിട്ട് 1 കൊടുക്കണം, ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ അവസാനം വരെയുള്ള പ്രിന്റ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ 6 വരെ വേണ്ടുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ ഇൻഡെക്സ് 6 തൊട്ട് മുമ്പുള്ള നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വരെയുള്ളത് പ്രിന്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് സ്ലൈസിങ്. പിന്നെ സ്ലൈസിങ്ങിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നമുക്ക് -1 കൊടുക്കാൻ പറ്റും. സ്ലൈസിങ്ങിനകത്ത് -1 കൊടുക്കാൻ പറ്റും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 മുതൽ 9 വരെ എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 9 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 8 വരെ പ്രിന്റ് ചെയ്ത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് 9 കൂടി പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ കൊടുക്കേണ്ടത്, 10 കൊടുക്കണം. അപ്പോൾ 11 കൊടുത്താലോ 10 പ്രിന്റ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 11 എന്നൊരു എലിമെന്റേ ഇല്ല, 11th എലിമെന്റ് ഇല്ല, ഇൻഡെക്സ് 11 ഇല്ല ഈ ഒരു ലിസ്റ്റ്. അതുകൊണ്ട് അത് വരത്തില്ല. അപ്പോൾ വെച്ചാൽ -1 നമുക്ക് നോക്കാം. 0 മുതൽ -1 -1 എന്ന് റെപ്രസെന്റ് ചെയ്തത് ഈ ഒരു അവസാനത്തെ എലിമെന്റ് ആണ്. ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഇവിടെ ഞാനിപ്പോൾ -1 കൊടുക്കണേ. -1 മുതൽ സ്റ്റാർട്ടിങ് വരെ. ഓക്കെ, -1 എന്ന് പറയുന്നത് ആ ഒരു 9th എലിമെന്റ് ആണ്. 9th എലിമെന്റ് മുതൽ അവസാനത്തെ എലിമെന്റ് വരെ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് വരെ അല്ല, സോറി, അവസാനത്തെ എലിമെന്റ് വരെ. അപ്പോൾ അവസാനത്തെ എലിമെന്റ് ഇല്ല, 9 തന്നെയാണ് അവസാനത്തെ എലിമെന്റ്. അപ്പോൾ അതിനുശേഷം വേറെ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ -1 ഇപ്പുറം വിട്ട് കഴിഞ്ഞാൽ എന്ത് വരും? സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ളത് പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ അതാണ് ഈ ഒരു -1ന്റെ ഒരു യൂസ്. ഇനി നമുക്ക് അടുത്തത് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പോവാം, സ്ട്രൈഡിങ്ങിലേക്ക് പോവാം. സ്ട്രൈഡിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓക്കെ, സ്ട്രൈഡിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ലെങ്ത് ഓഫ്
അപ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. ലെങ്ത് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ, ലെങ്ത് ഓഫ് ലിസ്റ്റ്. അപ്പം ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയാണോ ലെങ്ത്, അതായത് 9 ആയിരിക്കും വരേണ്ടത്. നോക്കട്ടെ, 10 ആണ്. ഓക്കെ 0 ഉണ്ടല്ലോ. അപ്പം 0 മുതൽ 9 വരെ എത്രയുണ്ടോ, എത്രയാണോ നമ്പേഴ്സ് ഉള്ളത്, അതായത് ഇൻഡെക്സ് അല്ല പറയുന്നത്, എത്രയാണ് ടോട്ടൽ എലിമെന്റ്സ് ആ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ളത്, അതാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതാണ് ലെങ്ത്തിന്റെ ഒരു യൂസേജ്. ഓക്കെ, ഞാനിത് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പിലേക്ക് പോവാം. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, അതായത് ആ ലെങ്ത്തിന്റെ അവസാനം വരെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ പ്രിന്റ് ചെയ്യുന്നത് വെച്ചാൽ, സീറോ മുതൽ ഐ വരെ. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും. അപ്പോൾ ഐൻ്റെ അകത്ത് ആദ്യം 0 പോകും. അപ്പം അത് ആ ഒരു ലെങ്ത് നമ്മൾ ആ ഒരു റേഞ്ച് ഇതിൻ്റെ അകത്ത് നോക്കുകയാണ്. 10 ആണ് റേഞ്ച്. ഓക്കെ, കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 0 മുതൽ 1 വരെയുള്ളത് പ്രിന്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഐ ഇൻക്രിമെൻ്റ് ആണ്. I2 I1 ആവുന്നു, 0 പ്ലസ് 1 ആവുന്നു. 1 ഈ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുന്നു. വീണ്ടും താഴത്തേക്ക് വരുന്നു. 0 മുതൽ 1 വരെയുള്ളത് പ്രിന്റ് ചെയ്യുന്നു. പിന്നെയും ഐ ഇൻക്രീസ് ആവുന്നു. ഐ ഇപ്പോൾ 2 ആവുന്നു. കണ്ടീഷൻ ഓക്കെ ആണോ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഓക്കെ ആണ്. കണ്ടീഷൻ ഓക്കെ ആകുമ്പോൾ 0 മുതൽ 2 വരെയുള്ളത് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പ്രിന്റ് ചെയ്ത് പോവുകയും ചെയ്യും. നോക്കാം ഔട്ട്പുട്ട്. സിൻടാക്സ്. ഓക്കെ, ഇവിടെ ഞാൻ ഈ കോളൻ മിസ്സായി പോയി, അതുകൊണ്ട് ഒരു സിൻടാക്സ് എറർ വന്നിട്ടുണ്ട്. അപ്പോൾ കോളൻ ഉണ്ടാ മറക്കരുത്, ഞാൻ എപ്പോഴും മറന്നു. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് സംഭവം. ആദ്യം എന്തുകൊണ്ടാണ് നള്ള് വന്നതെന്ന് വെച്ചാൽ 0, ആദ്യം ഐൻ്റെ വാല്യൂ 0 ആണ്. സോ 0 മുതൽ 0 വരെയാണ് നോക്കുന്നത്. 0 മുതൽ 0 വരെ ഒന്നുമില്ല. ഓക്കെ, 0 മുതൽ 1 വരെ 0 ഉണ്ട്. 0 മുതൽ 2 വരെ 0 ഉണ്ട്, 1 ഉണ്ട്. 0 മുതൽ 3 വരെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ആ ഒരു ലാസ്റ്റ് 3 വരെ എന്ന് പറഞ്ഞാൽ 3 വരെ, 3 എടുക്കത്തില്ല, 3 വരെ മാത്രമേ അത് എടുക്കത്തുള്ളൂ. സോ അതാണ് ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. സ്ലൈസിൻ്റെ അകത്ത് ഫോർ ലൂപ്സ്, സ്ലൈസിങ് ഫോർ ലൂപ്സ് മിക്സ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ അതൊക്കെയാണ്. നമുക്ക് അടുത്ത സ്ട്രൈഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ സ്ട്രൈഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു എന്താ പറയുക, ഓക്കെ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. പ്രിന്റ് സ്ട്രൈഡിങ്ങിൽ നമ്മൾ 3 ഇത് കൊടുക്കേണ്ടി വരും. 3 നിർബന്ധമില്ല, പക്ഷേ 3 നമ്മൾ എലിമെന്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാനിപ്പം 0 മുതൽ 10 വരെ 2. ഓക്കെ, ഇങ്ങനെയാണ് കൊടുത്തില്ല. അപ്പോൾ ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, 0 സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ 0 മുതലാണ് എനിക്ക് വേണ്ടുന്നത് എൻഡിങ് പോയിന്റ് 10 വരെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 2 എന്താണെന്ന് വെച്ചാൽ ഈ 2 ഗ്യാപ്പ് വിട്ടിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പം ഇപ്പം ഞാൻ ഈ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 0, പിന്നെ അടുത്തത് 2 പ്രിന്റ് ചെയ്യും. നമുക്ക് ഒരു ഈവൺ നമ്പേഴ്സ് കിട്ടും. 2 സോ 6 ഔട്ട്പുട്ട് നോക്കാം. ഈവൺ നമ്പേഴ്സ് തന്നെ കിട്ടും തോന്നുന്നു. അപ്പോൾ അതാണ് ആ ഒരു, ഞാൻ 2 കൊടുത്തു. അപ്പം 2 0 കഴിഞ്ഞിട്ട് 0 പ്ലസ് 2, അത് അങ്ങനെ ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 4 കൊടുത്തു നോക്കാം. 0 പ്ലസ് 4, 4 പ്ലസ് 4 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ എന്താ പറയുക 8 കൊടുക്കാം. 0 പ്ലസ് 8. അത് കഴിഞ്ഞിട്ട് 8 പ്ലസ് 8 ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്ത് നമ്മുടെ ലിസ്റ്റിൻ്റെ അകത്ത് എലിമെന്റ് ഇല്ല. സോ അത്രേ വരത്തുള്ളൂ പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രൈഡിങ് എന്ന് പറയുന്നത്. ഇപ്പം ബൈ ഡിഫോൾട്ടായിട്ട് ഇത് 0 എന്ന് തന്നെ എടുക്കും. ഇപ്പം 8 നോക്കിയാലും സെയിം ഔട്ട്പുട്ട് നമുക്ക് വരും. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ബൈ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ. ബൈ ഡിഫോൾട്ടായിട്ട് അത് അവസാനത്തെ എലിമെന്റ് എടുക്കും. അപ്പം സ്റ്റാർട്ടിങ് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും മിഡിൽ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫസ്റ്റ് എലിമെന്റ് ആയിട്ടും എൻഡിങ് പോയിന്റ് ലാസ്റ്റ് എലിമെന്റ് ആയിട്ടും ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് 2 കോളനുണ്ട്. 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2460 2468 ഔട്ട്പുട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് -1ന്റെ യൂസ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ -1 കൊടുക്കുകയാണ്. ഓക്കെ, അതായത് 0 മുതൽ 10 വരെ -1.
ആ ഒരു ഇത് ഉൾട്ട പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. 0 അപ്പം ഞള്ളാണ് വരുന്നത്. നിങ്ങൾക്കതിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് -1 ആണ്. ഓക്കെ, പൈത്തോൺ നോക്കുന്നത് ഫസ്റ്റ് -1 ആണ്. ഓക്കെ, -1 എന്ന് പറയുമ്പോൾ പൈത്തോൺ വിചാരിക്കും ഓക്കെ 9th ലാസ്റ്റ് എലിമെൻ്റ് അല്ലേ. ഓക്കെ, ലാസ്റ്റ് എലിമെന്റ് കഴിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ എനിക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് എലിമെന്റിലേക്കാണ് ഇപ്പോൾ പോയിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എങ്ങനെ 0 സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 10 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ സ്ട്രിങ് ആണ്, റിവേഴ്സ് സ്ട്രിങ് ഒക്കെ ആണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് എടുക്കുക, സ്ട്രിങ്ങിന്റെ വേരിയബിൾ എടുക്കുക, ഇവിടെ കൊടുക്കുക, -1 ഇടുക, അപ്പോൾ റിവേഴ്സ് സ്ട്രിങ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ -1 ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സിൻടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ ബ്ലാങ്ക് കൊടുക്കണം. ഇപ്പം -1 കൊടുത്തിട്ട് ഞാനിപ്പം 8 മുതൽ 2 വരെ ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടും. 8 മുതൽ 2 വരെയുള്ളത് റിവേഴ്സായിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പക്ഷേ എനിക്ക് പക്ഷേ എനിക്ക് 2 മുതൽ 8 വരെ പ്രിന്റ് ചെയ്യില്ല, ബിക്കോസ് ലാസ്റ്റത്തെ പോയിന്റാണ് ഞാൻ ഓൾറെഡി പൊസിഷൻ ചെയ്യുന്നത്. അപ്പോൾ 2 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അതൊരു ലോജിക്കേ ഇല്ല, അതൊരു ഇതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം -1ൻ്റെ ഒരു യൂസ് അതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ തൽക്കാലത്തേക്ക് എന്താ പറയുക കമൻറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ ഫോർ ഐ ഓഫ് റേഞ്ച് ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് ലിസ്റ്റ് 1 ഓക്കെ കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ പ്രിന്റ് ചെയ്യാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഐ കൊടുക്കുകയാണ്. ഐ മുതൽ എവിടെ വരെ? I+1 കൊടുക്കാം അല്ലേ? I+1 സ്ട്രൈഡിങ് നമുക്ക് 2 കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്താ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. 0 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ I+1 കൊടുക്കുമ്പോൾ വെച്ചാൽ ഈ ഒരു ഔട്ട്പുട്ട് ആണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് 0 ആയിരിക്കും. 0+1 1, 0 മുതൽ 1 വരെ ഒന്നുമില്ല, അതായത് 0 തന്നെ. വേറെ അതിൻ്റെ മിഡിൽ നമുക്ക് 2 നമുക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ I+1 കൊടുക്കണ്ട, എന്താ പറയുക, ലെങ്ത് കൊടുത്ത് നോക്കാം. ലെങ്ത് ഓഫ് ലിസ്റ്റ് 1 കൊടുത്ത് നോക്കാം, ലിസ്റ്റ് 2. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരും. ഓക്കെ, ആദ്യം 0 ആയിരിക്കും, 0 പ്ലസ് ലെങ്ത് ഓഫ് 0 പ്ലസ് 10, അപ്പോൾ 10 ആയിട്ടുള്ളത്, അതായത് 8. അത് കഴിഞ്ഞിട്ട് നമ്മൾ +2 ചെയ്യാണ്. പക്ഷേങ്കിൽ അത് 10 നമ്മൾ ആ ലിസ്റ്റിനെ നമ്മൾ എലിമെന്റ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെയും I1 ആണ്, പിന്നെ 1 + 10 11. ഓക്കെ, അപ്പോൾ 9 വരെ പ്രിന്റ് ചെയ്യും. അപ്പം അപ്പോൾ അതാണ് ആ ഒരു റേഞ്ച് നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് വേറൊരു സ്ലൈസിങ്ങിൻ്റെ വേറൊരു രീതി നമുക്ക് നോക്കാം. ഇപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇന്റർവ്യൂസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ വാല്യൂ I 0 ആണ്, 0 + 10. അപ്പം 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് വീണ്ടും മേലോട്ടേക്ക് പോവാണ്. ഐൻ്റെ വാല്യൂ 1 ആവുകയാണ്. 1 മുതൽ 10 വരെ, 2 മുതൽ 10 വരെ, 3 മുതൽ 10 വരെ, അങ്ങനെ പ്രിന്റ് ചെയ്ത് പോവാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പം ഇൻ്റർവ്യൂസിന് ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇൻഡെക്സിങ്, സ്ലൈസിങ്, സ്ട്രൈഡിങ് എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനെപ്പറ്റി ഇത് ബേസ് ആയിട്ടുള്ള ഒരു 2-3 കോഡിങ് എക്സാമ്പിൾ, റിവേഴ്സ് സ്ട്രിങ്. ഇപ്പം നമുക്ക് റിവേഴ്സ് സ്ട്രിങ് വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചാൽ ഒന്നുകൂടെ. റിവേഴ്സ് സ്ട്രിങ് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്, str ഈക്വൽ ടു എന്താ പറയുക, എൻ്റെ പേര് കൊടുക്കണം അഭിഷേക്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ട്രൈഡിങ് വെച്ചിട്ടാണ്. അതെങ്ങനെ നമുക്ക് നോക്കാം. പ്രിന്റ് ലെങ്ത് ഓഫ് str ഇൻസൈഡ് -1. സംഭവം തീർന്നു. റൺ ചെയ്ത് നോക്കട്ടെ എന്താ ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് 8 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജറാണ്. അതായത് ലെങ്ത് എന്താണോ അതാണ് ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ലെറ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 8 ആണ്. അതുകൊണ്ടാണ് 8 പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പം ഈ സ്ട്രിങ് ഇതിപ്പോൾ ഈ ലെങ്ത് ആക്ച്വലി ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ -1th പൊസിഷൻ, അതായത് എൻ്റെ പേരിൻ്റെ ലാസ്റ്റത്തെ ലെറ്റർ, അതായത് കെയിലാണ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത്. -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് എലിമെന്റ് ആണ് കെ. പോയിന്റ് ചെയ്യണം അവിടം തൊട്ടിട്ട് എവിടം വരെ ഞാനൊന്നും കൊടുത്തിട്ടില്ല. സോ ലാസ്റ്റ് വരെ. സോ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി പ്രിന്റ്. നോക്കട്ടെ, കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്കെല്ലാം സ്മോൾ ലെറ്ററിൽ വേണമെങ്കിൽ ക്യാപിറ്റലൈസ് എന്നൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അപ്പർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ് ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻസ് വേണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 3 കൊടുക്കാം. അവസാനം തൊട്ടിട്ട് 3 വരെ, അതായത് ഓക്കെ 8, 7. ഓക്കെ, അപ്പോൾ അതാണ്. ഇപ്പം ഞാനിപ്പം എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ 10 കൊടുക്കണം. സോറി, 10 പറ്റില്ല, 8 കൊടുക്കണം. ഇപ്പം എനിക്ക് ഫുള്ളായിട്ട് പ്രിന്റ് ചെയ്ത്, എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റത്തെ എലിമെന്റ് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് എലിമെന്റ് വരെ ഉള്ളതാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കൊടുത്ത പോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ആണ് കൊടുക്കുന്നത് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ 4 പ്രിന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ഇവിടെ കൊടുക്കുമ്പോൾ ഈ കെ ആണ് എൻ്റെ 0 ആവുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് പൈത്തോൺ കെ 0 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 0, 1, 2, 3 എസ് വരെ. സോ അങ്ങനെയാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സ്ലൈസിങ്, ഇൻഡെക്സിങ്, സ്ട്രൈഡിങ്ങിനെ പറ്റിയിട്ട്. ഇനി നിങ്ങളതിനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നിങ്ങൾ സ്വന്തം